5000 കല്ലോരുട്ടി അടിയും പണുതോരമ്മ 3000 കല്ലോരുട്ടി മുകളും പണുതോരമ്മ പൊന്നും തറക്കലെ വാഴും പൊന്നും മലബാരത്തമ്മ പൊന്നും തറക്കലെ വാഴും പൊന്നും മലബാരത്തമ്മ പൊന്നും മലബാരത്തമ്മേ കല്ലടിക്കോടു നിറങ്ങ് പൊന്നും മലബാരത്തമ്മേ കല്ലടിക്കോടു നിറങ്ങ് ചെമ്പട്ട് ചുറ്റിയ ചേല അമ്മ ആടിയിറങ്ങണ നേരം ചെമ്പട്ട് ചുറ്റിയ ചേല അമ്മ ആടിയിറങ്ങണ നേരം അരയിലരമണി പൂട്ടി എന്തൊരഴകാണെൻ്റെ അമ്മ അരയിലരമണി പൂട്ടി എന്തൊരഴകാണെൻ്റെ അമ്മ നീലി നീലിക്കാവേ കരിനീലിക്കാവേ കരിനീലിക്കാവിൽ ആട്ടം കാണാം നീലി നീലിക്കാവേ കരിനീലിക്കാവേ കരിനീലിക്കാവിൽ ആട്ടം കാണാം അങ്ങു വടക്കേ കരിമാലമേലെ കരിനീലി അമ്മ ആടണുണ്ട് നീലി നീലിക്കാവേ കരിനീലിക്കാവേ കരിനീലിക്കാവിൽ ആട്ടം കാണാം. രതീഷേ നമസ്കാരം. നമസ്കാരം. എത്ര വർഷമായിട്ട് നാടൻപാട്ട് ഫീൽഡിലുണ്ട്? 5 വർഷമായി. 5 വർഷമായിട്ട് 5 വർഷമായിട്ട് നാടൻപാട്ട് ഫീൽഡിൽ. അതെ അതെ, നാടൻപാട്ട് മേഖലയിൽ വന്നിട്ട് 5 വർഷമായി. അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു? വേറെ വല്ല കലാ ഫീൽഡായിട്ട് വേറെ പോയി? കരോക്കെ പിന്നെ ഇപ്പൊ സജീവമായിട്ട് നാടൻപാട്ട് മേഖലയായിരുന്നു അല്ലേ? എന്റെ ഒരു ഗുരുനാഥൻ രതീഷ് തറയിൽ നിറമരുതൂരാണ്. എവിടെ വീട്? നിറമരുതൂര്. പിന്നെ തിരൂർ, മങ്ങാട്. തിരൂർ, മങ്ങാട്. ഓക്കെ ഓക്കെ. മൂപ്പരാണ് എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നു. ഞാൻ വരാൻ കാരണം രതീഷ് ചേട്ടനാണ്. അത്രയ്ക്ക് കടപ്പാടുണ്ട് രതീഷ് ചേട്ടനോട്. ശരി. ഇപ്പൊ രതീഷിന്റെ വീടും? എന്റെ വീട് പറവണ്ണ, തിരൂര്. പറവണ്ണ, മലപ്പുറം ജില്ല. ശരി. അതുപോലെ ഇപ്പോ ഈ ഏതെങ്കിലും സമിതിയിൽ പോകുന്നുണ്ടോ? സമിതി പോകുന്നുണ്ട്. ഏത് സമിതിയിലാണ് പോണത്? അഗ്നി കലാസമിതി കുമ്പിടി. അനീഷ് കുമ്പിടി. അനീഷ് കുമ്പിടി പിന്നെ ശ്രീശാന്ത് കോർഡിനേറ്റർ, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള. എത്ര വർഷമായിട്ട് അഗ്നിയിൽ പോകുന്നുണ്ട്? അഗ്നിയില് 3 വർഷമായി. 3 വർഷമായിട്ട് പോകുന്നുണ്ട്. ശരി. പിന്നെ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് എന്റെ ഭാര്യയാണ്, ചിത്ര. പാട്ട് പാടുവാള്? പാടും. സിനിമ പാട്ട് പാടും. സപ്പോർട്ടിങ്, നല്ല സപ്പോർട്ടിങ് ആണ്. സെലക്ട് ചെയ്യുന്നത്. വേറെ ആരൊക്കെയുണ്ട് വീട്ടില്? ഭാര്യ, കുട്ടികൾ? ഭാര്യ, കുട്ടികളായിട്ടില്ല. ഏട്ടനുണ്ട്, ഏട്ടത്തിയമ്മ, ഏട്ടന്റെ മക്കള്, അമ്മ, അച്ഛനില്ല. എല്ലാരും നല്ല സപ്പോർട്ടിങ് ആണോ? സപ്പോർട്ടിങ് ആണ് എല്ലാവരും. നാട്ടില് കൂടുതലും. രതീഷ് ഇത് കൂടാതെ വേറെ സമിതിയിൽ പോകുന്നുണ്ട്? പോകുന്നുണ്ട്. ഈ സമിതി മാമംഗം, തിരുനാവായ. തിരുനാവായ പുതുതായിട്ട് ടീമാണ്. ഓക്കെ. അപ്പോ നമുക്കൊരു പാട്ടും കൂടി ആവാം. ആയിക്കോട്ടെ. ഈ വർഷം സ്റ്റേജിൽ 2-3 സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. അതെ, എൻ്റെ ഫേവറേറ്റ് പാട്ട്. ശരി. തന്താനേ താനി നാനേ തനനാനേ താനി നാനേ തന്താനേ താനി നാനേ തനനാനേ താനി നാനേ തന്താനേ താനി നാനേ തനനാനേ താനി നാനേ. കുട്ടാടൻ പാടത്തെ പെണ്ണെ നല്ല പാട്ടൊന്നു പാടിടട്ടെ, ഞാൻ പാടും കളത്തിലടി വന്നൊരാട്ടമൊന്നാടിടാമോ, ഞാൻ പാടും കളത്തിലടി വന്നൊരാട്ടമൊന്നാടിടാമോ. തന്താനേ താനി നാനേ തനനാനേ താനി നാനേ തന്താനേ താനി നാനേ തനനാനേ താനി നാനേ തന്താനേ താനി നാനേ തനനാനേ താനി നാനേ. മുടിയിലെ മുല്ലപ്പൂ ചൂടി നല്ല മാറിയിലെ മിന്നുന്ന മാല, കയ്യിൽ കരിവള ചാർത്തി കാണാനഴകുള്ള പെണ്ണെ, കയ്യിൽ കരിവള ചാർത്തി കാണാനഴകുള്ള പെണ്ണെ. അമ്പലമുറ്റത്തോടന്ന് അരയാലിൻ ചുവട്ടിലിരുന്ന് 2 കൈകൾ പിടിച്ചു നടന്ന് കണ്ണാൽ കഥകൾ മെനഞ്ഞ് 2 കൈകൾ പിടിച്ചു നടന്ന് കണ്ണാൽ കഥകൾ മെനഞ്ഞ്. തന്താനേ താനി നാനേ തനനാനേ താനി നാനേ
തന്താനെ താനിനാനേ തനനാനേ താനിനാനേ കാവാലം കായലിലോളം ആ ഓളത്തിനാടണ വള്ളം വള്ളം തുഴയണ പെണ്ണെ കണ്ണേ കരിമിഴിയാളെ വള്ളം തുഴയണ പെണ്ണെ കണ്ണേ കരിമിഴിയാളെ തന്താനേ താനിനാനേ തനനാനേ താനിനാനേ തന്താനേ താനിനാനേ തനനാനേ താനിനാനേ തന്താനേ താനിനാനേ തനനാനേ താനിനാനേ. രതീഷ അടിപൊളിയായിട്ടുണ്ടോ? താങ്ക്സ്. നല്ലൊരു പാട്ടാണ്, നന്നായി പാടും ചെയ്തു. നല്ല ഹൈപ്പിച്ച് പാട്ട് നന്നായി പാടുന്നു. നല്ലത് കൂടുതൽ ഹൈപ്പിച്ച്, അല്ലെങ്കിൽ ഈ നടൻ പാട്ട് അധികം ഹൈപ്പിച്ച് തന്നെയാണ്. അതെ, ഓഡിയൻസിനെ പിടിക്കണമെങ്കിൽ ശരി ഹൈപ്പിച്ച് പാട്ട് തന്നെ വേണം. അപ്പോ മെലഡി സോങ് കുറവാണല്ലേ? അപ്പോ എന്തായാലും സന്തോഷം. ഒരുപാട് സ്റ്റേജുകൾ കിട്ടട്ടെ, പ്രോഗ്രാം കിട്ടട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.